ഹായ് ഫ്രണ്ട്സ്. അപ്പൊ നമ്മൾ ഒരുപാടായാലും കണ്ടിട്ടല്ലേ. അപ്പൊ ഇന്നത്തെ വീഡിയോ വിന്റർ സ്പെഷ്യലാണ്. ഇപ്പോ നമ്മുടെ ക്ലൈമറ്റ് ഒക്കെ ചേഞ്ച് ആയി. അപ്പോ മഞ്ഞുകാലം തുടങ്ങിയപ്പോ എനിക്ക് എന്താ പറയാ, ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് പനി പിടിച്ചു. അപ്പോ സൗണ്ടൊന്നും ശരിയായിട്ടില്ല. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് കുറെ ദിവസം വീഡിയോസ് ഇല്ലാതിരുന്നത്. നമ്മളിപ്പോ ഓരോ സീസൺ അനുസരിച്ചും നമ്മുടെ ഈ മേക്കപ്പ് പ്രൊഡക്ട്സ്, അതുപോലെ തന്നെ എന്താ പറയാ ഫേസ് പാക്കുകൾ, ഇതൊക്കെ ചേഞ്ച് ചെയ്യണം. അപ്പോൾ മഞ്ഞുകാലത്ത് നമ്മൾ ഈ വേനൽക്കാലത്ത് ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സ് അല്ലെങ്കിൽ വേനൽക്കാലത്ത് യൂസ് ചെയ്യുന്ന ഫേസ് പാക്ക്, ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ്, ആകെ പണി കാണും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ മഞ്ഞുകാലത്ത് ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫേസ് പാക്കാണ്. അപ്പൊ ഈ ഫേസ് പാക്ക് നമുക്ക് ഓയിലി സ്കിന്നിനും ഡ്രൈ സ്കിന്നിനൊക്കെ ഉപയോഗിക്കാം. അപ്പൊ അതിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി. അതെന്ന് വെച്ചാൽ നമ്മൾ ഓയിലി സ്കിന്നിൽ ഞാൻ തൈരാണ് ഉപയോഗിക്കുന്നത്. അതിന് പകരം നിങ്ങൾ ഡ്രൈ സ്കിന്നുകാർ എന്ത് ചെയ്യുക, പാലോ അല്ലെങ്കിൽ തേങ്ങാപ്പാലില്ലേ, അത് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ രണ്ടും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഫേസ് പാക്കിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ വീട്ടിൽ കിട്ടുന്നതാണ്. നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ നമുക്കിത് തയ്യാറാക്കി വെച്ചാൽ ഒരാഴ്ച വരെ ഫ്രിഡ്ജിൽ കേടുവരാതെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഫേസ് പാക്ക് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നോക്കാം. അപ്പോൾ വീട്ടിൽ ഉള്ള സാധനങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, അതെന്ന് വെച്ചാൽ ക്യാരറ്റ് ആണ് ഒന്നാമത്തെ ഇൻഗ്രീഡിയന്റ്, പിന്നെ ഉരുളക്കിഴങ്ങ്, പിന്നെ ബീട്രൂട്ട്. ഇപ്പൊ ഈ 3 സാധനങ്ങളാണ് മെയിൻ ആയിട്ട് വേണ്ടത്. ഇത് 3 ഈക്വൽ ക്വാണ്ടിറ്റി ആണ്. പക്ഷെ ഇവിടെ ഞാൻ ഇങ്ങനെ നമ്മള് ഉപ്പേരിക്കൊക്കെ എടുത്തതിന്റെ ബാലൻസ് കഷ്ണങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പൊ ഏകദേശം ഈക്വൽ ആണ്. എന്നാലും എനിക്ക് തോന്നുന്നു ക്യാരറ്റ് ആണ് ഇപ്പൊ ഇതിൽ കൂടുതലുള്ളത്. ബാക്കി രണ്ടും അതിനേക്കാൾ കുറച്ച് കുറവാണ്. അപ്പൊ അത് കുഴപ്പമില്ല. നിങ്ങൾ എടുക്കുമ്പോൾ 3 ഈക്വൽ ആയിട്ട് എടുക്കുക. അപ്പൊ ഞാൻ ഓൾറെഡി ഫേസ് പാക്ക് ഇവിടെ ഉണ്ടാക്കിയതുണ്ട്. ഇത് ഇതിന്റെ ലാസ്റ്റ് ഞാൻ ഇട്ട് കാണിച്ചു തരാം. അപ്പൊ ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് വെച്ചാല്, ഇത് 3 ആദ്യം എന്ത് ചെയ്യണം, നന്നായിട്ട് വേവിച്ചെടുക്കണം. അതായത് നമ്മൾ വെള്ളത്തിൽ പുഴുങ്ങിയെടുക്കുക. അപ്പോ അതാണ് ചെയ്യാൻ പോണത് ഫസ്റ്റ്. അപ്പൊ നമുക്ക് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇപ്പൊ വേവിക്കുമ്പോൾ ഇതിലേക്ക് ചേർക്കേണ്ടതെന്ന് വെച്ചാല് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പൊ ഇത്രയും ചെയ്യാം. ഇത് വേവിച്ചത് തണുത്തതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളത്. അപ്പൊ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പൊ വെള്ളം ഒന്ന് ചൂടാവുമ്പോഴേക്കും നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ചെറിയ കഷ്ണങ്ങൾ എന്ന് വെച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നും വേണ്ട. നമ്മളിത് കഴിഞ്ഞിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. നിങ്ങൾക്ക് മിക്സിയിലോ അല്ലെങ്കിൽ നമ്മളെ സാധാരണ അമ്മിക്കല്ലിൽ ഇട്ടോ അരയ്ക്കാം. അപ്പൊ ഞാനിത് കട്ട് ചെയ്യാൻ പോവാണ്. വെള്ളം എന്ന് വെച്ചാൽ ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം എടുത്താൽ മതി. അപ്പോ അതിന് പ്രത്യേകിച്ച് ക്വാണ്ടിറ്റി ഒന്നുമില്ല. നമ്മള് സാധാരണ വെജിറ്റബിൾസ് വേവിച്ചെടുക്കുമ്പോ അത്യാവശ്യം വെള്ളം ഒഴിക്കില്ലേ, അത്രയും. ക്യാരറ്റും ഉരുളക്കിഴങ്ങൊക്കെ അത്യാവശ്യം വേവുള്ളതാണ്. അപ്പൊ ഏറ്റവും ബെസ്റ്റ് ഇത് നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കുന്നതാണ്. അപ്പൊ വേഗം ആവുമല്ലോ. അപ്പൊ ഇന്ന് വെച്ചാൽ ഞാൻ സാധാരണ ചെയ്യണ പോലെ എന്താ പറയാ, ഫസ്റ്റ് ഇങ്ങനെ എല്ലാം ഒരുക്കി വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നില്ല. അപ്പൊ എനിക്ക് അങ്ങനെ ചെയ്ത് ബോറടിച്ചു. അപ്പൊ നിങ്ങൾക്കും ബോറടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം വ്യൂസ് ഒക്കെ വളരെ കുറവാണ്. പക്ഷെ അതെന്ന് വെച്ചിട്ട് നമുക്ക് എന്താ പറയാ, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാന്നുള്ളതാണല്ലോ പ്രധാനം. അല്ലാണ്ട് താല്പര്യമുള്ളവർ കാണട്ടെ അല്ലേ. ക്യാരറ്റ് ഞാൻ കട്ട് ചെയ്തു. ഇനി നമുക്ക് ഞാൻ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്യാണ്. ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ബീട്രൂട്ടാണ്. ഇപ്പൊ വെള്ളം ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേഗം കട്ട് ചെയ്ത് ഇതിലേക്ക് ഇടണം. ഇത് ചെറുതാക്കി കട്ട് ചെയ്താലുള്ള ഒരു ഉപകാരം എന്ന് വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ചെറുത് മീൻസ് കട്ടി കുറച്ചിട്ട് കട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് പെട്ടെന്ന് വേവിച്ച് എടുക്കാം. അല്ലെങ്കിൽ കുറച്ച് ടൈം എടുക്കും. ടൈമുള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ വെള്ളം തിളയ്ക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അതിലേക്ക് ഇടുകയാണ്. അപ്പൊ നമ്മുടെ കഷ്ണങ്ങളെല്ലാം അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, മഞ്ഞൾപ്പൊടി ഇടണമെന്ന് പറഞ്ഞല്ലോ. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയന്റ് മഞ്ഞൾപ്പൊടി. അപ്പൊ ഇത് ഞാൻ ഒരു 1/4 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല, ഒരു അതിലേക്ക് ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇത് അടച്ചു വെച്ച് വേവിക്കണം. അപ്പോ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇത് കണ്ടില്ലേ, ഇത്രയും കറ്റാർവാഴ
ഞാനിന്ന് പറിച്ചെടുത്തതാണ്, ഒരുപാടുണ്ട്. അപ്പം ഇത് നമുക്ക് അടുത്ത വീഡിയോസിലൊക്കെ ഇതിൻ്റെ പല ഐറ്റംസ് കാണാം. അപ്പം അതിന് വെച്ചതാണത്. അപ്പോഴേ നമ്മുടെ കിഴങ്ങൊക്കെ ഇവിടെ വേവുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഡ്രൈ സ്കിന്നർക്ക് തേങ്ങാപ്പാലോ പാലോ ഉപയോഗിക്കാമെന്ന്. ഇപ്പോൾ പാലിപ്പോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തേങ്ങ ഒന്ന് ചിരകാം, കുറച്ച് മതി. അത് ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ തേങ്ങ ചിരകിയിട്ട് നമ്മുടെ മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കറക്കിയെടുത്താൽ കുറച്ച് പാല് കിട്ടുമല്ലോ. അപ്പോൾ അതാണ് എടുക്കുന്നത്. നമ്മൾ പായസം ഉണ്ടാക്കാനൊന്നുമല്ലല്ലോ, അപ്പോൾ അങ്ങനെ തട്ടിക്കൂട്ട് പാലൊക്കെ മതി. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, തേങ്ങ ചിരക്കാം. തേങ്ങ ചിരകി ഇതൊരു ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ കാണും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് അരച്ചെടുക്കാം. മീൻസ് ഒന്ന് മിക്സിയിലിട്ട് ഇതിൻ്റെ പാലെടുക്കാൻ പോവുകയാണ്. ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കറക്കിയെടുക്കുകയാണെങ്കിൽ നല്ല പാല് കിട്ടും. അപ്പം ഞാനിവിടെ പച്ചവെള്ളമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതല്ലെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പിഴിഞ്ഞു കഴിഞ്ഞാലും നന്നായിട്ട് പാല് കിട്ടും. അപ്പോൾ അത് സമയം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പം ഞാൻ തേങ്ങാപ്പാൽ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ കിഴങ്ങൊക്കെ വെന്തോന്ന് നോക്കാം. ഇറക്കി വെച്ചോടനെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച വെള്ളം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് തണുപ്പിച്ചെടുക്കാം. അപ്പം അല്ല ഇനിയിപ്പോൾ നോർമൽ പച്ചവെള്ളം, അതായത് സാധാരണ പച്ചവെള്ളം ഒഴിച്ചാലും നമുക്ക് തണുപ്പിക്കാം. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, അതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചെടുക്കാം. അപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് തണുത്ത വെള്ളം ഒഴിക്കുകയാണ്. നമ്മുടെ ഈ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. മാത്രമല്ല ഞാനിത് നന്നായിട്ട് തണുപ്പിച്ചു കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ ഇത് അരച്ചെടുക്കാം. ഇപ്പോൾ ഫേസ് പാക്കിൻ്റെ ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞു. അതായത് സാധനങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തേങ്ങാപ്പാലും അതുപോലെ നമ്മുടെ വെജിറ്റബിൾസ് വേവിച്ച് അരച്ചത്, പിന്നെ തൈര് അല്ലെങ്കിൽ മോരെടുത്താലും കുഴപ്പമില്ല. പിന്നെ അവസാനത്തെ ഇൻഗ്രീഡിയൻറ്റ് അരിപ്പൊടിക്ക് വരാൻ നമുക്ക് ഗോതമ്പ് മാവ്, കടലമാവ്, മൈദ അല്ലെങ്കിൽ മുൾട്ടാണി മിട്ടി, ഇങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം. നമ്മളെല്ലാം അതായത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മിക്സിങ് മാത്രമേ ബാക്കിയുള്ളൂ. നമുക്ക് മിക്സ് ചെയ്യാം. അപ്പം ആദ്യം ഞാൻ ചെയ്യാൻ പോണത് ഓയിലി സ്കിന്നർക്കുള്ളതാണ്. അപ്പം നമുക്കത് ചെയ്യാം. അപ്പം അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ തന്നെ ഞാൻ കാണിക്കുന്നത്, സാധാരണ ചെയ്യുന്ന പോലെ കാണിക്കുന്നില്ല. അപ്പോൾ ബൗളിലേക്ക് നമ്മൾ എന്തിട്ട് കൊടുക്കുക,
1 ടേബിൾ സ്പൂൺ ഫ്രൂട്ട്സ് അരച്ചത് ചേർക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടി. തൈര് 1 ടീസ്പൂണാണ്. അപ്പൊ തൈര് ഒഴിച്ചു നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതില് ക്യാരറ്റ് കൂടുതലായതുകൊണ്ടാണ് ഇതിന് ഒരു ഓറഞ്ചിഷ് കളറ്. അപ്പൊ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചതില് ബീട്രൂട്ടാണ് കൂടുതൽ. അപ്പോൾ അതിൽ ബീട്രൂട്ടിന്റെ കളറാണ്. പിന്നെ എന്ന് വെച്ചാൽ ഇത് 2 ദിവസമൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിന്റെ കളർ ഒന്ന് ചേഞ്ച് ആവും, ഒന്ന് ഡാർക്ക് ആവും. ഈ ഫേസ് പാക്ക് നിങ്ങൾക്ക് ഡെയിലി ഉപയോഗിക്കാം, ആഴ്ചയിൽ 3-4 തവണ ഉപയോഗിക്കാം. അപ്പൊ അത് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്താൽ മതി. അപ്പൊ രാത്രി രാവിലെ എപ്പോൾ വേണമെങ്കിലും ഇടാം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എല്ലാം ഈക്വൽ ആയിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനിയിപ്പോ കൂടിയും കുറഞ്ഞെന്ന് വിചാരിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഇതിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും എന്ന് പറയുന്നത് സ്കിന്നിന് ബെസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ സ്കിന്നിന് സ്മൂത്ത് ആവാനും ബ്രൈറ്റൻ ചെയ്യാനും സ്കിന്നിലുള്ള എന്താ പറയാ ഡ്രൈ സ്കിന്ന് പോവാനും സ്കിന്നിലുള്ള മാർക്സ് പോവാനും ഒക്കെ ഈ 3 വെജിറ്റബിൾസും ഹെൽപ്പ് ചെയ്യും. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യാം. നമ്മുടെ ഓയിലി സ്കിന്നിലുള്ള ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ഫേസ് പാക്ക് ഉണ്ടാക്കാം. അതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഈ ഫ്രൂട്ട് മിക്സ് ആക്കിയതിട്ടു. പിന്നെ 1 ടീസ്പൂൺ നമ്മുടെ മാവ് ഇട്ടു. തേങ്ങാപ്പാലും 1 ടീസ്പൂൺ ഒഴിച്ചു. നന്നായിട്ട് മിക്സ് ആക്കുകയാണ്. അപ്പൊ ഏറ്റവും ബെസ്റ്റ് നല്ല കട്ടി തേങ്ങാപ്പാൽ എടുക്കുന്നതാണ്. സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മിക്സിയിൽ അടിച്ചില്ല. എന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യിൽ പിഴിഞ്ഞെടുത്തിട്ടുള്ള ആ തേങ്ങാപ്പാൽ ഉപയോഗിച്ചാണ്. നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഡ്രൈ സ്കിന്നിലുള്ള ഫേസ് പാക്ക്. ഇതാണെങ്കിലും എന്താ പറയാ നല്ല ക്ലീൻ ചെയ്തിട്ടുള്ള ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്പോ മഞ്ഞുകാലത്തെ സ്കിൻ കെയർ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കഴിഞ്ഞ വർഷത്തെ മഞ്ഞുകാലത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്താണെന്ന് വെച്ചാൽ കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ ഇപ്പൊ ഹെയറിന്റെ ആണെങ്കിലും സ്കിന്നിന്റെ ആയാലും ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ കൂടുതൽ അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് ഞാൻ ഒരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഈ വീഡിയോന്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഫേസ് പാക്ക് ഇടുന്നത് കാണിക്കുന്നുണ്ട് എന്നുള്ളത്. ഏത് ഫേസ് പാക്ക് ഇടുമ്പോഴും ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യണം അല്ലേ. അപ്പൊ ഞാനൊരു സ്പെഷ്യൽ ക്ലെൻസർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യാൻ പോണത്. അപ്പൊ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ക്ലെൻസർ. അപ്പൊ ഇതാണ് ഞാൻ ഡെയിലി ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ മഞ്ഞുകാലത്ത് നമ്മൾ എന്താ ഫേസ് വാഷ് ഉപയോഗിക്കുന്നതിലും ബെറ്റർ വീട്ടിലെന്തെങ്കിലും ഉണ്ടാക്കിയ, ഇനിയിപ്പോൾ ഒന്നില്ലെങ്കിൽ കടലമാവ് അല്ലെങ്കിൽ ചെറുപയറിന്റെ പൊടി ഇതൊക്കെ ഉപയോഗിച്ചാലും മതി. അപ്പൊ കെമിക്കൽസ് ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല. അപ്പൊ ഇത് ഉപയോഗിച്ചിട്ട് ഞാൻ ഒരു 5 മിനിറ്റ് നേരം സ്ക്രബ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കഴുകി കളയുക. ഇനിയിപ്പോൾ ടൈം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒരു 5 മിനിറ്റ് സ്ക്രബ് ചെയ്തിട്ട് ഇതൊരു 5 മിനിറ്റ് നേരം ഇങ്ങനെ ഫേസിൽ അങ്ങനെ തന്നെ വെക്കുക, ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല എഫക്റ്റാണ്. അപ്പോൾ ഇത് കഴുത്തിലും നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ കഴുത്തിൽ കാണിക്കുന്നില്ല. നമ്മൾ ഫേസ് പാക്ക് ആണെങ്കിലും കഴുത്തിലും ഇടാം. പിന്നെ ഇത് നമുക്ക് ലിപ്സ് ഒക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്യാൻ ഉപയോഗിക്കാം. ലിപ്സിലൊക്കെ ഈ സമയത്ത് ഒരുപാട് ഡ്രൈ സ്കിൻസ് ഒക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതൊക്കെ കളയാൻ വേണ്ടിയിട്ട് ലിപ്സും നമുക്ക് സ്ക്രബ് ചെയ്യാം. സർക്കുലർ മോഷനിൽ നന്നായിട്ട് സ്ക്രബ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിത് കഴുകാം. അപ്പോൾ ഫേസ് നന്നായിട്ട് സ്ക്രബ് ചെയ്തല്ലോ. ഇനി ഇത് നന്നായിട്ട് ഉണക്കണം എന്നില്ല. നമുക്കല്ലാതെ തന്നെ നമുക്ക് ഫേസ് പാക്ക് നേരിട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് അങ്ങനെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഒപ്പിയെടുത്തിട്ട് നിങ്ങൾ ഫേസ് പാക്ക് ഇടുക. ഈ ഫേസ് പാക്ക് കൊണ്ട് നമ്മുടെ മുഖത്തുണ്ടാകുന്ന കുരുകളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ മുഖത്ത് മോക്കുരൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ ഈ മോക്കുരൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ഉണ്ടാക്കിയൊരു ഫേസ് പാക്ക് കാരണം മീൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല. ഞാനൊരു പരീക്ഷണം നടത്തിയ ഒരു ഫേസ് പാക്ക് കാരണം എൻ്റെ മുഖത്ത് കുരു വന്നു. അപ്പോൾ ആ കുരു പോകാനായത് ഈ ഫേസ് പാക്ക് ഇട്ടാണ്. അപ്പോൾ അത് ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ കുരു വരുന്നുള്ള പേടിയൊന്നും വേണ്ട. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഫേസ് പാക്ക് ഇടാം. ഫേസ് പാക്ക് ഞാനിവിടെ ഇന്ന് കൈ വെച്ചിട്ടാണ് ഇടുന്നത്. അപ്പോൾ നല്ല കട്ടിക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു സമയത്ത് നന്നായിട്ട് സ്യൂട്ടാവും. പക്ഷെ നമുക്ക് ഏത് കാലാവസ്ഥയിലും ഇത് ഉപയോഗിക്കാം. നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ അത്. എന്താ പറയുക, യാതൊരു സൈഡ് എഫക്റ്റും ഇതുകൊണ്ട് എനിക്കുണ്ടായിട്ടില്ല. പിന്നെ ഈ ഫേസ് പാക്ക് നമുക്ക് കണ്ണിന് താഴെ ഇടാം കേട്ടോ. മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടേ അരയ്ക്കുന്നതാണ് നല്ലത്. ഇതിൽ ചെറിയ 2 കഷ്ണങ്ങൾ ഇപ്പം എനിക്ക് കിട്ടി. ഞാൻ അരച്ച സമയത്ത് നോക്കിയപ്പോൾ നല്ല സ്മൂത്തായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇടുമ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പോൾ നന്നായിട്ട് സ്മൂത്തായിട്ട് അരച്ചെടുക്കുക. നമുക്ക് ഈ ഫേസ് പാക്ക് ഇട്ടിട്ട് 15 അല്ലെങ്കിൽ 30 മിനിറ്റ് വരെയൊക്കെ ഇരിക്കാം. അപ്പോൾ ഫേസ് പാക്ക് ഞാൻ കംപ്ലീറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു.
ഇനി ഇത് ഉണങ്ങുന്നവരെ വെയിറ്റ് ചെയ്യാം. നേരത്തെ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഞാൻ മുമ്പ് ഉണ്ടാക്കി വെച്ച ഫേസ് പാക്ക് ഇടാന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഞാൻ മുമ്പ് ഉണ്ടാക്കിയത്. അതിൽ ബീട്രൂട്ടാണ് കൂടുതൽ. അപ്പോൾ അതുകൊണ്ടാണ് ഈ കളർ വന്നത്. പിന്നെ ഈ ഫേസ് പാക്ക് നോർമൽ സ്കിന്നർക്ക് ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള രണ്ടും ഇടാം. മീൻസ് തൈരോ പാലോ ഏതാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അതുപോലെ തന്നെ കോമ്പിനേഷൻ സ്കിന്നിന്. ഫേസ് പാക്കിനെ പറ്റി ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടു. ഞാനിപ്പോൾ 1 ടീസ്പൂണാണല്ലോ അരിപ്പൊടി ചേർത്തത്. പക്ഷെ 1 ടീസ്പൂൺ ചേർക്കേണ്ട ആവശ്യമില്ല. ശരിക്കും ഒരു 1/2 ടീസ്പൂൺ മതി. അപ്പം ഞാനിന്ന് എന്താ പറയുക 1 ടീസ്പൂൺ ചേർത്തു. പക്ഷെ ഇതിൽ ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതാണ് അതിൻ്റെ ആ തനതായിട്ടുള്ളൊരു കളറ്. അപ്പോൾ ഫേസ് പാക്കിൻ്റെ ആ ഒരു രൂപം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൽ അരിപ്പൊടി അല്ലെങ്കിൽ കടലമാവ് അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർക്കാതെ പറഞ്ഞല്ലോ ഇപ്പോൾ ചേർക്കുന്നത്. അപ്പോൾ അത് കുറച്ച് ചേർത്താൽ മതി. ഒരു 1/2 ടീസ്പൂണ്, ഇപ്പോൾ 1 ടേബിൾ സ്പൂണിന് ഒരു 1/2 ടീസ്പൂൺ. അതാണ് ശരിക്കുള്ളൊരു കണക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു 1/2 മണിക്കൂറായി. നമുക്കിതിനി നന്നായിട്ട് വാഷ് ചെയ്ത് കളയാം. ഇത് കഴുകി കളയുമ്പോൾ പച്ചവെള്ളം ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് കഴുകിയിട്ട് വരാം. അപ്പോൾ ഫേസ് വാഷ് ചെയ്തു. ഇനി നന്നായിട്ടൊന്ന് കണ്ടില്ല, ഇത് ഒരു ഒറ്റ യൂസ് തന്നെ നല്ലൊരു റിഫ്രഷ്ഡ് ആയിട്ടുള്ള ഒരു ലുക്ക് നമുക്ക് കിട്ടിയിട്ട്. ഇനിയൊന്ന് മോയ്സ്ചറൈസർ ഇടാം. അതുപോലെ തന്നെ ചുണ്ടിൽ നമുക്ക് ഒരു ലിപ് ബാം ഇട്ട് കൊടുക്കാം. മോയ്സ്ചറൈസർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വെളിച്ചെണ്ണ ഉണ്ടല്ലോ, വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. അതുപോലെ ചുണ്ടിലും വെളിച്ചെണ്ണ ഇടാം. അപ്പോൾ നല്ലൊരു റിസൾട്ടുള്ള ഒരു ഫേസ് പാക്കാണിത്. നമ്മൾ ഡെയിലി യൂസ് ചെയ്യണമെങ്കിൽ അമേസിങ് റിസൾട്ട് ആയിരിക്കും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.